നമുക്ക് ഡോക്യുമെൻ്റൊക്കെ സ്കാൻ ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. എന്നാൽ ആ ഡോക്യുമെൻ്റ് സ്കാനിംഗ് ഒക്കെ വാട്സപ്പ് ത്രൂ ആയാലോ? കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലേ? അത് എങ്ങനെയാണെന്ന് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. അതിനുവേണ്ടി ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ആർക്കാണോ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്ത് അയക്കേണ്ടത് അവരുടെ ചാറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് ഡോക്യുമെൻ്റ് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ നമുക്കിവിടെ വരും. ഏറ്റവും താഴെ കാണുന്ന സ്കാൻ ഡോക്യുമെൻ്റ് പ്രസ് ചെയ്യുക. പിന്നീട് ഏത് ഡോക്യുമെൻ്റ് ആണോ സ്കാൻ ചെയ്യേണ്ടത് ആ ഡോക്യുമെൻ്റ് ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലായി വയ്ക്കുക. പിന്നീട് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്കാൻ ചെയ്യുന്നതാണ്. ഫോട്ടോ എടുക്കുന്ന പോലെ ഐക്കണിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അത് ക്യാപ്ചർ ആയിക്കോളും. പിന്നീട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ഓപ്ഷൻ പ്രസ് ചെയ്യുക. ആ ഫയൽ PDF ആയിട്ട് തന്നെയായിരിക്കും സേവ് ആവുക. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ ഡോക്യുമെൻ്റ് നമുക്ക് ഏത് രീതിയിൽ വെച്ചാലും അത് ക്യാപ്ചർ ആയിക്കോളും. സ്ട്രെയിറ്റ് ആയിരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. കൂടാതെ ഇതിൽ ക്രോപ്പ് ഓപ്ഷനും ഫിൽറ്റർ ഓപ്ഷനും അതുപോലെ റൊട്ടേഷൻ ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. മറ്റ് പ്രോപ്പർ ഡോക്യുമെൻ്റ് സ്കാനർ ആപ്ലിക്കേഷൻ പോലെ ഇതിൽ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റും നമുക്ക് ഒരുമിച്ച് സ്കാൻ ചെയ്യാൻ പറ്റും. ഡെമോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മൾട്ടിപ്പിൾ ഡോക്യുമെൻ്റ് ഒരുമിച്ച് ക്യാപ്ചർ ചെയ്ത് സേവ് കൊടുത്താൽ മതി. ഓഫീസ് ആവശ്യങ്ങൾക്കും ഈവൻ ഡെയിലി യൂസിനും ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. മറ്റ് ആപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും വാട്സപ്പിൽ വന്ന ഈ ഒരു ഫീച്ചർ പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും ഭീഷണിയാണ്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റ് കാഴ്ചകളും വിശേഷങ്ങളും ടെക്നിക്കൽ അപ്ഡേറ്റ് ഒക്കെയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.